Hello, my dear friends. Meet my new son, M. Unnikrishnan. അതേതായാലും കലക്കി ടെമ്പോ അണ്ണ. നിങ്ങളുടെ ഈ കാറ് കാണാൻ വളരെ അമേസിംഗ് ആയിട്ടുണ്ട്. ശരിയാക്കിക്കോ. നമ്മൾ ഈ കാറിനെ കുറിച്ച് ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഫാന്റാസ്റ്റിക്. ഫാന്റാസ്റ്റിക്കിനെക്കാളും വളരെ വളരെ ഫാന്റാസ്റ്റിക്. വെരി വെരി ഫാന്റാസ്റ്റിക്. ഈ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചോക്കോ സ്റ്റിക്ക് കഴിച്ചോട്ടെ. ഇഷ്ടം പോണ നിങ്ങളുടെ ഗരാജിനകത്ത് വെച്ച ഈ പഴയ വണ്ടിക്ക് പുതിയ ജീവൻ കൊടുത്തിരിക്കുകയാണ്. അതേതായാലും അയ്യോ, വീണ്ടും വീണ്ടും ഇതിനെ കാർന്ന് മാത്രം പറയരുത്. ദിസ് ഇസ് എം ഉണ്ണികൃഷ്ണന്. ആദ്യം ഇവൻ എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിലാ ഉണ്ടായിരുന്നത്. എനിക്ക് ഇവനെ കിട്ടിയ ആ നിമിഷം തന്നെ ഞാൻ ഇവനെ മോഡിഫൈ ചെയ്തിട്ട് അന്നത്തെക്കാളും ഫാന്റാസ്റ്റിക് ആയി മാറ്റിയിരിക്ക. വളരെ സ്പീഡുമായവൻ. ഒരു കാര്യം അറിയോ, എം ഉണ്ണികൃഷ്ണനെ യൂസ് ചെയ്ത് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഒരു സമയത്ത് ഒരു റേസിംഗ് ചാമ്പ്യൻ ആയിരുന്നു, അറിയാമോ? ടെമ്പോ അണ്ണ, എന്താ നിങ്ങളും ഈ റേസിൽ പങ്കെടുക്കാൻ പോവാണോ? അയ്യോ, തീർച്ചയായിട്ടും പങ്കെടുക്കും. എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ പോലെ റേസിംഗ് ചാമ്പ്യൻ ആകാൻ പോവുകയാണ് ഞാൻ. പക്ഷെ അതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വണ്ടിയിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് തരാന്ന് വിചാരിച്ചിരിക്കുക. അയ്യോ, സ്റ്റോപ്പ്. എന്റെ എം ഉണ്ണികൃഷ്ണന് ഒന്നും പറ്റരുത്. സ്റ്റോപ്പ്. അയ്യോ. നിങ്ങളെ ഞാൻ തോൽപ്പിച്ചു. പിന്നെ ഈ ടെമ്പോ അണ്ണനെ പേടിപ്പിക്കുകയും ചെയ്തു. ടോണി, നീ ടെമ്പോ അണ്ണയുടെ കാര്യത്തിൽ ഇതുപോലത്തെ തമാശ ഒന്നും ചെയ്യരുതായിരുന്നു. നമ്മളെക്കാട്ടി മുതിർന്നവരോട് ഇങ്ങനെ കുസൃതി ചെയ്യുന്നത് ഒരു രണ്ട് വാക്കിൽ പറയണമെങ്കിൽ ബാഡ് ഹാബിറ്റ്. ബാഡിനേക്കാളും വളരെ മോശമായ ബാഡ് ഹാബിറ്റ്. വെരി വെരി ബാഡ് ഹാബിറ്റ്. ഞാൻ അല്പം കഴിച്ചോട്ടെ. അയ്യോ ടോണി, ഒരുപക്ഷെ നീ കറക്റ്റ് സമയത്ത് സൈക്കിൾ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അറിയോ? റിലാക്സ് ടെമ്പോ അണ്ണ, അതെങ്ങനെ ഞാൻ ബ്രേക്ക് പിടിക്കാതെ ഇരിക്കും? ഇത് എന്റെ ബ്രാൻഡ് ന്യൂ സൈക്കിളാണ്. ഇതൊന്നും പഴയ പഞ്ചാംഗ ഡബ്ബ കാറല്ല. ഇത് കാണാൻ ഹൈഫൈ, പക്ഷെ ഓടുമ്പോ കടപടാന്ന് സൗണ്ട് കേക്കും. അയ്യോ, ഇവൻ എന്തായി പറഞ്ഞു വരുന്നത്? നിനക്കൊരു കാര്യം അറിയോ? ഈ കാണുന്ന എം ഉണ്ണികൃഷ്ണൻ ഓടിച്ച് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എത്ര റേസിൽ ജയിച്ചിട്ടുണ്ടെന്നറിയോ? അതൊക്കെ ജയിച്ചിട്ടുണ്ടാവും ടെമ്പോണ. പണ്ടൊരു കാലത്ത് ജയിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോ എന്റെ സൈക്കിളും കൊണ്ട് നിങ്ങളുടെ കാറിനെയൊക്കെ ഈസി ആയിട്ട് തോൽപ്പിക്കും. എന്ത് പറയുന്നു? റേസിംഗ് ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം. റേസിംഗിന് ഞാൻ റെഡി. അയ്യോ, ഇപ്പൊ നിനക്ക് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. എന്റെ ഈ എം ഉണ്ണികൃഷ്ണൻ അന്നും ചാമ്പ്യൻ ആയിരുന്നു, അതുപോലെ ഇന്നും അവൻ ചാമ്പ്യൻ ആകും. അതങ്ങ് വിട്ടുകള ടെമ്പോ അണ്ണ. ടോണി പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്? സോറി കീക്കോ, ഇന്ന് നമ്മളെ റേസിൽ പങ്കെടുക്കുമെന്നത് തീർച്ചയാണ്. ടോണി എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറുടെ കാരനെയാണ് കളിയാക്കിയത്. അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല. ചില സമയം നമ്മൾ മറ്റുള്ളവർക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ അവരെ തോൽപ്പിച്ചേ പറ്റൂ. ശരി, വരൂ, ഈ റേസിൽ നമുക്ക് എല്ലാവർക്കും ടെമ്പോ അണ്ണയെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ നോക്കട്ടെ ഈ ഡബ്ബ കാർ എങ്ങനെയാ സ്റ്റാർട്ട് ആവുന്നെന്ന്. അവിടെ ടെമ്പോ അണ്ണൻ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് റേസിൽ ജയിച്ചങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും സൺസിറ്റിയുടെ പുറത്തുള്ള നദിയുടെ മേളിൽ കെട്ടിയിരിക്കുന്ന ബ്രിഡ്ജില് ആരാണോ ആദ്യം ചെന്നെത്തുന്നത് അവരായിരിക്കും റേസിൽ വിജയിക്കുക. Now on your mark, get set, go! അയ്യോ, ചേടാ, എന്റെ ഈ എം ഉണ്ണികൃഷ്ണൻ സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. ഈ ടെമ്പോ അണ്ണ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ദേ അവിടുന്ന് ഒരുപാട് പുക വരുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇത് കണ്ടോ ടെമ്പോ അണ്ണ? ആരോ നിങ്ങളുടെ കാറിന്റെ സൈലൻസറിൽ ഇത് ഫിക്സ് ചെയ്തിട്ട് പോയിരിക്കുക. ആരായിരിക്കും ഇങ്ങനെ ഒരു ചതി ചെയ്തത്? എല്ലാം ടോണിയുടെ പണിയായിരിക്കും. എം ഉണ്ണികൃഷ്ണൻ ഇതാ സ്റ്റാർട്ടായി കഴിഞ്ഞു.
ഇപ്പോഴാണ് എന്റെ കാർ സ്റ്റാർട്ട് ആയെന്നാ തോന്നുന്നേ. ഇപ്പൊ ഞാൻ എന്തായാലും ഫുൾ സ്പീഡിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഈ റേസിൽ തോറ്റു പോവും. താങ്ക് യു കീക്കോ. നീ കാരണം ഈ റേസിൽ ഞാൻ വളരെ ഈസി ആയിട്ട് ജയിക്കുന്ന തോന്നുന്നേ. കാർ ക്വീൻ ഇവിടെ ഉള്ളത് വരെ ഏത് കീക്കോ ആയാലും ശരി ഒറ്റ ഒരുത്തിനും റേസിൽ ജയിക്കില്ല. കാർ ക്വീൻ ടാബ് വെച്ച് അറ്റാക്ക് ചെയ്യും. പിന്നെ ഏത് കാറായാലും എന്റെ കൺട്രോളിലായിരിക്കും. എന്റെ ഈ ടാബ് വെച്ച് ഞാൻ ഏത് കാറിന്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്താലും ആ കാർ എന്റെ കൺട്രോളിൽ വരും. ഏതാണ്ടിപ്പോ ടെമ്പോ അണ്ണയുടെ കാറും അതുപോലെ തന്നെയാ. ഇപ്പൊ ആ കാറിനെ ഞാൻ എന്റെ ഈ ടാബ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പോവാണ്. കാർ ക്വീൻ ടാബ് കൊണ്ട് അറ്റാക്ക് ചെയ്യും. പിന്നെ ഏത് കാറായാലും എന്റെ കൺട്രോളിൽ. അയ്യോ, എന്റെ ഈ എം ഉണ്ണികൃഷ്ണനെ ആരാണ് റിവേഴ്സ് ഗിയർ ഇട്ട് പുറകോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്? വേഗം ബ്രേക്ക് അടിക്കേ. എനിക്കിപ്പോ ബ്രേക്ക് അടിക്കാൻ പറ്റുന്നില്ല കീക്കോ. ഈ കാർ ഇപ്പൊ എന്റെ കൺട്രോളിലല്ല. പിന്നെ കാറല്ല, എം ഉണ്ണികൃഷ്ണൻ എന്ന് പറയേ. ഉണ്ണികൃഷ്ണൻ നിൽക്കൂ. ടെമ്പോ അണ്ണന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ മേൽ ഞാൻ സത്യം ചെയ്യുന്നു. മമ്മി, ഇത് വെറും തുടക്കം മാത്രമാണ്. അടുത്തടുത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടോളൂ. കാർ ക്വീൻ ടാബ് കൊണ്ട് അറ്റാക്ക് ചെയ്യും. പിന്നെ ഏത് കാറും എന്റെ കൺട്രോളിൽ. ടെമ്പോ അണ്ണ, വേഗം കാറിന്റെ എഞ്ചിൻ ക്ലോസ് ചെയ്യേ. വേറെ ആരോ ഈ കാറിനെ ഒരുപാട് ദൂരത്ത് നിന്ന് കൺട്രോൾ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. അയ്യോ, കാറല്ല, എം ഉണ്ണികൃഷ്ണൻ എന്ന് പറയേ. ആദ്യം ഞാൻ എന്റെ പവർ നിനക്ക് കാണിക്കാം. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം ചെയ്തു തീർക്കും. കാർ ക്വീൻ ടാബ് കൊണ്ട് അറ്റാക്ക് ചെയ്യും. പിന്നെ എല്ലാ കാറും എന്റെ കൺട്രോളിൽ. ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നു. അടുത്ത് എവിടെയോ എന്തോ അപകടമുണ്ട്. വേഗം, മതി വേഗം. R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം നമ്മുടെ കൂട്ടുകാരെ രക്ഷിക്കാനായിട്ട് ഫോർമുല നമ്പർ 444 അപ്ലൈ ചെയ്യേ. ഓക്കേ ഡ്യൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 444. ഞാൻ വിജയിച്ചു, ഞാൻ വിജയിച്ചു. R7 ഡേഞ്ചർ ലൈറ്റ് വീണ്ടും ബ്ലിങ്ക് ആവുന്നല്ലോ. അതും സൺസിറ്റിയുടെ ഡയറക്ഷനിലാണ് ബ്ലിങ്ക് ആവുന്നത്. അല്ല, ഈ ബസ് ടേൺ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ബ്രേക്ക് അടിച്ചാലും വണ്ടി നിൽക്കുന്നില്ലല്ലോ. കീക്കോയും സൂപ്പർ സ്പീഡോയും ചേർന്ന് ഈ അപകടത്തെ എങ്ങനെ തടയുന്നു എന്ന് കാണട്ടെ. കാർ ക്വീൻ ടാബ് കൊണ്ട് അറ്റാക്ക് ചെയ്യും. പിന്നെ എല്ലാ കാറും എന്റെ കൺട്രോളിൽ. സൂപ്പർ സ്പീഡോ, ആ സ്കൂൾ ബസും ട്രക്കും ഒന്നിച്ചിടിക്കുമെന്നാ തോന്നുന്നേ. വേഗം ഫോർമുല നമ്പർ 22. ഓക്കേ കീക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 22.
എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ആരാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ, അതായത് കാർ ക്വീൻ. കാർ ക്വീൻ ടാബ് കൊണ്ട് അറ്റാക്ക് ചെയ്യും. പിന്നെ എല്ലാ കാറും എന്റെ കൺട്രോളിൽ. ഓ എന്റെ ദൈവമേ, നോക്കൂ, ആ കാറെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്കാവും തോന്നുന്നു. നോക്കൂ മിസ് കാർ ക്വീൻ, നിങ്ങൾ ഇങ്ങനെ എല്ലാ കാറിനെയും കൺട്രോൾ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ വലിയ തെറ്റാണ്. പ്ലീസ്, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അതെയോടാ കുട്ടാ, ഉണ്ടപക്രുവിനെ പോലെ ഇരുന്നിട്ട് എന്നെ അഡ്വൈസ് ചെയ്യുന്നോ? ഞാൻ എന്റെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ മോനെ. ആ കാർക്കുയിൻ ചെയ്യുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അതേതാണ്ട് അതൊരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ അൺബിലീവബിൾ. ഈക്കോ, പെട്ടെന്ന് സംഭവിച്ച ഈ അറ്റാക്ക് കാരണം എന്റെ സിസ്റ്റം ഹാങ് ആയി പോയി. അത് റിപ്പയർ ചെയ്തെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. എത്രയും പെട്ടെന്ന് ഒരു ഫോർമുല നമ്പർ പറഞ്ഞ് എന്നെ ഈ അറ്റാക്കിൽ നിന്നും രക്ഷിക്കൂ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 7. ഐ ആം ഫിറ്റ് ആൻഡ് ഫൈൻ കീക്കോ. എന്റെ സിസ്റ്റം ഇപ്പോൾ ഓക്കെ ആയി. കാർ ക്വീൻ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്കിപ്പോ എന്താണ് വേണ്ടത്? എനിക്ക് ആവശ്യം ഒറ്റ കാര്യം മാത്രമാണ്. നീയും സൂപ്പർ സ്പീഡോയും സൺസിറ്റി വിട്ട് പുറത്തേക്ക് പോകണം. എന്തിനാ ഞങ്ങളെ അടിച്ച് പുറത്താക്കുന്നത്? ഐ മീൻ, ഞാനും കീക്കോയും എന്തിനാണ് സൺസിറ്റി വിട്ട് പുറത്തു പോകുന്നത്? കാരണം നിങ്ങൾ കാരണമാണ് എന്റെ അങ്കിൾ ഫ്രീസോ സൺസിറ്റി വിട്ട് പോയത്. ഓ, എന്ന് വെച്ചാ നീ ഫ്രീസോയുടെ കസിൻ സിസ്റ്റർ ആണോ? പക്ഷേ കാർ ക്വീൻ, ഫ്രീസോ തെറ്റുകളാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ പിടിച്ച് ജയിലിലേക്ക് അയച്ചത്. ശരി, എന്നാൽ ഞാനും ഇപ്പോ തെറ്റായ കാര്യങ്ങൾ ചെയ്യും. ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിച്ചു കാണിക്കേ. തുടർച്ചയായി ഞാൻ അറ്റാക്ക് ചെയ്യേണ്ടെന്ന് നീ വിചാരിച്ചാൽ ഇപ്പോ ഈ നിമിഷം തന്നെ നീയും സൂപ്പർ സ്പീഡോയും സൺസിറ്റി വിട്ട് പുറത്തേക്ക് പോകണം. പക്ഷേ ഞങ്ങൾ പോവില്ലെന്ന് പറഞ്ഞാലോ? അപ്പൊ അതിനുള്ള ശിക്ഷ ടോട്ടൽ സൺസിറ്റിയും അനുഭവിച്ചേ പറ്റൂ. കാർ ക്വീൻ ടാബ് കൊണ്ട് അറ്റാക്ക് ചെയ്യും. പിന്നെ എല്ലാ കാറും എന്റെ കൺട്രോളിൽ. ഇത്രയും കാർസിനെ നമുക്ക് ഒന്നിച്ച് തടഞ്ഞു നിർത്താനാവില്ല. ഇപ്പോൾ നമ്മൾ വേറെന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 66. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഫോർമുല 66 ആക്ടിവേറ്റ് ചെയ്തിട്ട് എല്ലാ വണ്ടികളെയും ഞാൻ മാഗ്നറ്റൈസ് ചെയ്തേക്കാം. അങ്ങനെ ചെയ്താൽ ഓരോ വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഒന്നോടൊന്നൊട്ടി നിൽക്കും. കാർ ക്യൂൻ അവളുടെ ടാബ് വെച്ച് എന്റെ സിസ്റ്റം ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴെന്റെ കൺട്രോൾ മൊത്തം അവളുടെ കയ്യിലാണുള്ളത്. സൂപ്പർ സ്പീഡോ, നിന്നെ രക്ഷിക്കാനായി R7ലേക്ക് നിന്നെ റോൾ ബാക്ക് ചെയ്തേ പറ്റൂന്നാ തോന്നുന്നത്. വേണ്ട കീക്കോ, കൺട്രോൾസ് മുഴുവൻ കാർ ക്യൂവിന്റെ അടുത്തുള്ളത് കൊണ്ട് എനിക്ക് R7ന്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല. നിങ്ങളുമായിട്ട് ഇത്രയും നേരം കളിച്ചത് കൊണ്ട് എനിക്കിപ്പം ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഞാനൊരു കാര്യം ചെയ്യാം. സൂപ്പർ സ്പീഡോയെ ഓട്ടോ ഡിസ്ട്രക്ഷൻ മോഡിലിട്ടിട്ട് ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. തിരിച്ചു വന്ന് കീക്കോയുടെ കഥയും അവസാനിപ്പിക്കും. നീ എന്തിനാണ് എന്റെ കൂടെ തന്നെ വരുന്നത് കീക്കോ? നീയും അപകടത്തിൽ കുടുങ്ങരുത്. കഷ്ടപ്പെടുന്ന സമയത്ത് കൂട്ടുകാരെ തനിച്ചാക്കി പോകുന്നത് തെറ്റാണ് സൂപ്പർ സ്പീഡോ. ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല. നിന്റെ അകത്ത് റീസെറ്റ് ബട്ടൺ ഒന്നുണ്ട്. അതൊരിക്കൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ സിസ്റ്റം ടോട്ടലി ഓഫ് ആയിട്ട് പിന്നെ ഓൺ ആവും. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോ പിന്നെ ഒരിക്കലും കാർ ക്യൂവിന് നിന്നെ കൺട്രോൾ ചെയ്യാനാവില്ല. നല്ല ഐഡിയ ആണ് കീക്കോ. എങ്കിലും നമ്മൾക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. വേഗം എന്തെങ്കിലും ചെയ്യൂ കീക്കോ. ഇപ്രാവശ്യം ഞാൻ തറയിൽ വന്നിടിക്കുകയാണെങ്കിൽ എന്റെ ഓട്ടോ റിപ്പയർ മോഡ് പോലും ഡിസ്ട്രോയ് ആയി പോകും. ഡോണ്ട് വറി സൂപ്പർ സ്പീഡോ, ഞാൻ നിന്റെ കൂടെയുള്ളപ്പോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. താങ്ക് യു കീക്കോ. നിന്റെ ഐഡിയ സൂപ്പർ ആയിട്ട് വർക്കൗട്ടായി.
ഇപ്പോൾ ഞാൻ കാർക്യൂനിന്റെ കൺട്രോളിലല്ല ഉള്ളത്. ഞാൻ കൺട്രോൾ പ്രൊട്ടക്ഷൻ മോഡും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറെ ആർക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ശരിയാണ് സൂപ്പർ സ്പീഡോ. ഇപ്പൊ എനിക്കെന്താ തോന്നുന്നെന്ന് വെച്ചാ സൺസിറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് പോകുന്നതാ നല്ലത്. കാരണം കാർക്വീനിന് നിന്നെ കൺട്രോൾ ചെയ്യാനാവില്ല. പക്ഷേ മറ്റുള്ള കാറുകളൊക്കെ ഇവിടെ തന്നെയല്ലേ ഉള്ളത്. അത് കണ്ടോ, ഓൾറെഡി അവള് സൺസിറ്റിയെ ചിന്ന ഭിന്നമാക്കി വെച്ചിരിക്കുക. സൂപ്പർ സ്പീഡോ, നീ എന്റെ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? പക്ഷെ ഇപ്പോഴും ഇവിടെ ഒരുപാട് വണ്ടികൾ നിൽപ്പുണ്ട്. ഇപ്പൊ പറ, നിങ്ങൾ രണ്ടുപേരും എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങൾ സൺസിറ്റി വിട്ടു പോകാൻ തയ്യാറാണ്. വരൂ കീക്കോ. ഇവര് കാരണം പലരും ഈ സൺസിറ്റി വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവരെ രണ്ടുപേരെയും സൺസിറ്റി വിട്ട് അടിച്ച് പുറത്താക്കാൻ പോവാണ്. കാർക്വീൻ ടാബ് കൊണ്ട് അറ്റാക്ക് ചെയ്യും, പിന്നെ എല്ലാ കാറും എന്റെ കൺട്രോളിൽ. ഈ മലമുകളിൽ വന്നിട്ട് എന്താണ് നിന്നത്? ഈ മലപ്രദേശവും സൺസിറ്റി ചേർന്നതാണ്. നിങ്ങൾ രണ്ടുപേരും ടോട്ടൽ സൺസിറ്റി വിട്ട് പുറത്തേക്ക് പോയേ പറ്റൂ. ഒരുപക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ മനസ്സില്ലെങ്കിലോ? നിന്റെ ധിക്കാരം കുറഞ്ഞിട്ടില്ലല്ലേ? ഇപ്പൊ കാണിച്ചു തരാടാ. സൂപ്പർ സ്പീഡോ, ഫോർമുല 65. ഓക്കേ ഡ്യൂഡ്. ആ ട്രക്കായിരുന്നു നിന്റെ അവസാനത്തെ ആയുധം. ഇനി നീ എന്ത് ചെയ്യും മിസ് കാർക്യൂൻ? ഞാനും സൂപ്പർ സ്പീഡോയും ഒരിക്കലും സൺസിറ്റി വിട്ടു പോവില്ല. നിന്നെ ഇത്രയും ദൂരം ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്നേന്നറിയോ? കാരണം വണ്ടികളാണ് നിന്റെ ആയുധങ്ങൾ. പക്ഷെ ഈ മലപ്രദേശത്ത് നീ എത്ര അന്വേഷിച്ചാലും ഒരു വണ്ടി പോലും കിട്ടില്ല. എടാ കൊച്ചിനെ, നീ എന്താ കരുതിയത് എനിക്ക് ഭ്രാന്താണെന്നോ? ഈ മലപ്രദേശത്ത് വണ്ടിയില്ലെന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ മലപ്രദേശത്തിന്റെ അപ്പുറത്തുള്ള ആ റോഡിൽ ഒരുപാട് വണ്ടികളുണ്ട്. അതെല്ലാം നോക്കിയും കണ്ടിട്ടുമാണ് ഞാൻ നിങ്ങളുടെ പുറകെ ഇത്രയും ദൂരം വന്നത്. ദിവസവും വൈകുന്നേരം 3 മണിക്ക് പുതിയ കാറുകൾ ഫാക്ടറിയിൽ നിന്ന് ഷോറൂം വരെ 4 ട്രെയിലേഴ്സിൽ കൊണ്ടുപോകും. എത്തിക്കഴിഞ്ഞു എന്റെ ആയുധങ്ങൾ. കാർക്വീൻ ടാബ് കൊണ്ട് അറ്റാക്ക് ചെയ്യും, പിന്നെ എല്ലാ കാറും എന്റെ കൺട്രോളിൽ. കാർക്വീന്റെ ഒറിജിനൽ അറ്റാക്കാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. Watch me. ബഡി, നമ്മളെ മോൺസ്റ്റർ കാറിനെ വരുന്ന വഴിക്ക് വെച്ച് തന്നെ തട്ടിത്തെറിപ്പിക്കണം. ഫോർമുല നമ്പർ 11. ഷുവർ കീക്കോ. ഫോർമുല 11 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ ആ മോൺസ്റ്റർ കാറിനെ ചിന്ന ഭിന്നമാക്കിയേക്കാം. കീക്കോ, ഈ മോൺസ്റ്റർ കാറിന്റെ വെയിറ്റ് വളരെ ഹെവിയാണ്. എന്റെ ടോട്ടൽ സിസ്റ്റവും ഹാങ് ആയി പോയി. ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. പിന്നെ എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ സൺസിറ്റിയിൽ നിന്ന് മാത്രമല്ല ലോകത്തുനിന്ന് തന്നെ അടിച്ച് പുറത്താക്കും. കാർക്വീൻ ടാബ് കൊണ്ട് അറ്റാക്ക് ചെയ്യും, പിന്നെ എല്ലാ കാറുകളും എന്റെ കൺട്രോളിൽ. ഇത് ഡെഡ് എൻഡ് ആണ് കീക്കോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ ആ കാർക്വീനിന്റെ ടാബ് ഡെസ്ട്രോയ് ചെയ്യണം. അത് വെച്ചാണ് അവൾ എല്ലാ വണ്ടികളെയും ഡെസ്ട്രോയ് ചെയ്തോണ്ടിരിക്കുന്നത്. അടുത്ത 2 മിനിറ്റിനുള്ളിൽ ഞാൻ സൂപ്പർ സ്പീഡോയെ പാട്ടക്കാറാക്കി മാറ്റിയേക്കാം. എന്റെ പൊസിഷൻ വളരെ ക്രിട്ടിക്കൽ ആണ് കീക്കോ. എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഇനിയും 2-3 പ്രാവശ്യം അവർ വന്ന് പിടിച്ചാൽ എന്റെ കഥ അതോടെ തീരും. ഇപ്പൊ ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 25.
എന്റെ ടാബ്. ടാബിന്റെ ബാറ്ററി വലിച്ചെറിഞ്ഞിട്ട് നിന്നെ പറഞ്ഞ് അയക്കേണ്ട സ്ഥലത്തേക്ക് ഞാൻ അയക്കും. എന്ന് വെച്ചാ സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.